നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേഡ് എന്ന യൂട്യൂബ് ചാനലിന്റെയും ലവ് ഈച്ച് അതർ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 207ാമത്തെ പ്രയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ 206 മീറ്റിങ്ങുകളും വളരെ അതിശയമായിട്ടും അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. അനേക വചനങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് എന്താണ് പ്രാർത്ഥനയെ കുറിച്ച് സംസാരിച്ച് കേട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ അതൊന്നും ഓർത്തൊന്നും വരില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അന്ന് നമ്മൾ ആ കഴിച്ച ആഹാരമാണ് ഇന്നും നമ്മുടെ ദൈവത്തിൽ നിലനിർത്താൻ ഇടയാകുന്നതെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മള് ആഹാരം മറ്റുള്ള സാധാരണ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ 2 ദിവസം മുമ്പ് എന്ത് ആഹാരം കഴിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് മറന്നുപോകും. പക്ഷെ ആ ആഹാരത്തിന്റെ ബലം കൊണ്ടാണ് ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ദൈവവചനം നമ്മൾ കേട്ടു. ആ വചനത്തിന്റെ ശക്തി കൊണ്ട് ഇന്നും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും കർത്താവ് നിലനിൽക്കാനും ദൈവം കൃപ തരുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ടാണ് നമ്മളെ ഈ വചനത്തെ അനുദിന മന്ന എന്ന് നമ്മൾ പറയുന്നത്. അനുദിനവും നമ്മളത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അനുദിനവും നമ്മളത് ഭക്ഷിക്കുമ്പോഴാണ് അത് നമുക്ക് ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല പ്രാർത്ഥനയും ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ ഇടയാകുന്നു. അപ്പൊ നമ്മൾ ഇത് പ്രയർ സൂം മീറ്റിംഗ് ആണെങ്കിൽ പോലും അതിൽ വചനമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെയും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അത് പ്രയോജനകരമാകുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്നത്തെ ഈ മീറ്റിംഗ് തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തിത്തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഇരിക്കാം. പല സ്ഥലത്തും മഴയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, നെറ്റിന്റെ പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കണം. നമ്മുടെ എല്ലാ ആദ്യോടന്തം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും സാന്നിധ്യവും ഇതിലുണ്ടാകണം. പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കാം. മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ലിസ്റ്റ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് ഗ്രേസി മാത്യു ആന്റിയാണ്. നമുക്ക് 2 പാട്ട് നമുക്ക് റൂബിൾ സഹോദരിയാണ് പാടേണ്ടതായിരുന്നു. എങ്കിലും സഹോദരിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ മുഖാന്തരം ഇന്ന് നമുക്ക് പാട്ട് പാടുന്നത് ഷേർലി സഹോദരി ആയിരിക്കും. പ്രത്യേകിച്ച് ഗ്രേസി മാത്യു ആന്റിനെയും ഷേർലി സഹോദരിനെയും അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, നമുക്കിന്ന് മെസ്സേജ് തരുന്നത് തങ്കമ്മ സാമാന്റിയാണ്. പ്രത്യേകിച്ച് മാതാവിന് ഒരു നിലയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ ദൈവവചനം പറയേണ്ടതിന്, ദൈവം കൃപ കൊടുക്കേണ്ടതിന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ആ തങ്കമാമിനെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മള് റൂമിലേക്ക് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പിരിയും. 7:25 വരെയുള്ള സമയം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഭാഗം ജയിക്കണം, മറ്റുള്ളവരുടെ ഭാഗം തോൽക്കണം, അങ്ങനെയല്ല. എല്ലാ നിലയ്ക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് തരേണ്ടതായിട്ടും, നിരപരാധികളായിരിക്കുന്ന ആരും തന്നെ വധിക്കപ്പെടാൻ ഇടയാകരുത്. എല്ലാവർക്കും ദൈവ സമാധാനം കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ആ 2 ദേശങ്ങളെ ഓർത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇതും കൂടെ നമ്മുടെ സഹോദരിമാരെ നമ്മൾ പ്രാർത്ഥനയിൽ അത് ഓർക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതിനുശേഷം നമ്മൾ ക്ലോസിംഗ് പ്രയറിലേക്ക് കടന്നു വരുമ്പോൾ പ്രയർ ചെയ്യുന്നത് നമ്മുടെ ഡാർലി സഹോദരി ആയിരിക്കും. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ആരംഭത്തിനായിട്ട് പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. അതിനായിട്ട് ഗ്രേസി മാത്യു ആന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവോടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായിരിക്കുന്ന അവിടുത്തെ മക്കളെ അവിടുന്ന് കൂട്ടിവരുത്താനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. എല്ലാറ്റിനും ഉപരി അവിടുത്തെ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കി തീർത്ത ആ വലിയ സ്നേഹവും ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ ഞങ്ങളെ അതിശയമായ വഴി നടത്തിയ പിതാവേ, നന്ദിയോടെ തിരുസന്നിധിയിൽ വരുന്നു. ഞങ്ങൾ ഏതുമില്ല, ഞങ്ങളുടെ ഭാഗത്ത് കുറവുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഓരോ ദിവസവും അതിശയമായിട്ട് ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കാതെ ഞങ്ങൾ അവിശ്വസ്തരായാൽ അവിടുന്ന് വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ കുറവുകളെ ഒന്നും കണക്കിലെടുക്കാതെ ദീർഘക്ഷമയും മഹാദയുള്ളവനായിട്ട് കർത്താവേ, വലിയവനായ ദൈവമേ, ഞങ്ങളോടുകൂടെ ഇരുന്ന് അടിയങ്ങളെ ഓരോ ദിവസവും വഴിതെറ്റാതെ സാത്താന്റെ എല്ലാ പിടിയിൽ നിന്നും പിടിവെച്ച് അടിയങ്ങളെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ അവിടുന്ന് വരുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അടിയങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നിടത്ത് വളരെ വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്ടലോകത്തിൽ അടിയങ്ങളെ അവിടുന്ന് ആക്കിയിരിക്കുന്നവർ അവിടുത്തെ വിളിക്ക് അനുസരണം ചെയ്യിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പല സൂം മീറ്റിങ്ങിൽ ഞങ്ങൾ അടിയങ്ങൾ പങ്കുചേർന്ന് കർത്താവെ അതിൽ നിന്നെല്ലാം അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് ഇടയാക്കി. ഇന്നത്തെ പ്രാർത്ഥനാ മീറ്റിങ്ങിലും അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേകം പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് കേൾക്കുവാനും സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അവിടുന്ന് ഇടയാക്കി. ഇന്നത്തെ മീറ്റിങ്ങിൽ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാമാകുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിതാവേ. യാതൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് സിസ്റ്റർ ഫാത്തിമ ഷബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മകൾ ഇതുവരെ അനുഗ്രഹിച്ചു. അവിടുത്തെ വേലയിൽ ഉപയോഗിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഭംഗിയായിട്ട് ലീഡ് ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഗാനങ്ങൾ പാടി അങ്ങേ സ്തുതിപ്പാനും അടിയങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാനും അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസി ഷേർലി ബാബുക്കുട്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഏത് സമയത്തും കർത്താവിന്റെ വേലയിൽ വളരെ വ്യാപൃതരായിരിക്കുന്ന അന്ന് അവിടുത്തെ മകളെ ഈ സമയത്ത് അടിയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ കൃപ ഇന്നത്തെ മീറ്റിങ്ങിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭംഗിയായിട്ട് പാടുന്നതിന് അവിടുത്തെ നാമം അതിൽ കൂടി മഹിമപ്പെടുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മെസ്സേജ് ഇടുന്ന സിസ്റ്റർ തങ്കമ്മ സ്വാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ നിലയിലും അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് പ്രിയ മകളെ. വചനം ശുശ്രൂഷിക്കുന്നതിനും മറ്റനേക ശുശ്രൂഷകളിലും വ്യാപൃതരായിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ നാമം നിന്റെ മകളിൽ കൂടെ അവിടുന്ന് മഹത്വപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ കൂടെ ഉണ്ടായിരിക്കണം. വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് സംസാരിക്കുവാനിടയാകത്തക്കണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, വചനം കൊടുക്കണമേ. സ്വന്തം നാവല്ല, അവിടുത്തെ നാവ് തന്നെ അവിടുത്തെ മകളോട് കൂടെ ഇരുന്ന് ഞങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന സിസ്റ്റർ ഡാർലി സാമുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് ഉചിതമായിട്ട് ഇന്നത്തെ മീറ്റിംഗ് തീരുവാൻ അവിടുത്തെ നാമം ഞങ്ങൾ കൂടി മഹിമപ്പെടുവാൻ, പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പാൻ, പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചറിയുവാൻ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഞങ്ങളെ കൂടുതൽ ഓർപ്പിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് തിരുസന്നിധി വരുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകലം കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തെ താഴ്മയെ അപേക്ഷിക്കുന്നു പിതാവേ, അവിടുന്ന് കരുണയോടെ കേൾക്കണമേ. താങ്ക് യു ഗ്രേസി ആന്റി. ദൈവം ധാരാളമായിട്ട് ആന്റി കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായിട്ട് ഷേർലി സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയാണ് പാട്ട് പാടുന്നത്. എന്നാൽ സമയത്തിലും അസമയത്തിലും എല്ലാം ഒരുങ്ങി ഇരിക്കണമെന്ന് എപ്പോഴും ഷീബാൻറ്റി ഓർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പാടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ പാഠപുസ്തകത്തിൽ 1570 പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. ഏതു നേരത്തും കൂടെ വരും, എന്റെ ഖേദങ്ങൾ തീർത്തു തരും. ഏതു നേരത്തും കൂടെ വരും, എന്റെ ഖേദങ്ങൾ തീർത്തു തരും. എത്ര നല്ല മിത്രമേശു, എനിക്കെന്നും മതിയായവൻ. എത്ര നല്ല മിത്രമേശു, എനിക്കെന്നും മതിയായവൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും, അക്കരെ ഞാൻ ചേരും വരെയും. എന്നെ സ്നേഹിക്കും തൻ കരങ്ങൾ എല്ലാം നന്മയ്ക്കായി നൽകിയിടുന്നു. എന്നെ സ്നേഹിക്കും തൻ കരങ്ങൾ എല്ലാം നന്മയ്ക്കായി നൽകിയിടുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എപ്പോഴും സന്തോഷിക്കും ഞാൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും,
അക്കരെ ഞാൻ ചേരും വരെയും വീട്ടിലെത്തുന്ന നാൾ വരെയും വീഴതൻപോടു സൂക്ഷിക്കുന്നു. വീട്ടിലെത്തുന്ന നാൾ വരെയും വീഴതൻപോടു സൂക്ഷിക്കുന്നു. വല്ലഭൻ തൻ വലം കൈയിൽ വഹിച്ചെന്നെ നടത്തിയിടുന്നു. തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും ഏറെ നാളുകളിൽ ഇഹത്തിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ ഏറെ നാളുകളിൽ ഇഹത്തിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ എത്തും വേഗം ദുഃഖം തീരും ഏറിടുന്നു ആശയെന്നിൽ. എത്തും വേഗം ദുഃഖം തീരും ഏറിടുന്നു ആശയെന്നിൽ. തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും. അടുത്ത പാട്ട് 1552 പാട്ട്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു അവനാണ് വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരമനുഭവിച്ച നമുക്കും അവനഖിലം കൃപയരുളിടുമേ ബലമണിക്കുമേ കൃപയരുളിടുമേ ബലമണിക്കുമേ മറമധുരമായി മാറ്റിടുമേ യേശു യേശു അവനാണ് വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ഇരുൾ നമ്മെ മൂടിടുമ്പോ ലോകവെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോ സൗഖ്യദായകൻ കരുതും അവനാലയത്തിൽ സ്വർഗ നന്മകളാം അവനാലയത്തിൽ സ്വർഗ നന്മകളാം നമ്മെ നിറച്ചിടും അനുദിനവും യേശു യേശു അവനാണ് വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ കണ്ണുനീർ താഴ്വരയിൽ ജീവജലം അവൻ ലോകത്തിൻ ചങ്ങലകൾ മടിയായി മാറ്റുമവൻ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടി കീഴിൽ നയിക്കുമവൻ യേശു യേശു അവനാണ്
വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. താങ്ക് യു ഷേലി സൗരി. പറഞ്ഞു മുന്നേക്ക് തന്നെ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആ മനസ്സ് കർത്താവ് തന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവം ഇനിയും ധാരാളമായിട്ട് എടുത്തുപയോഗിക്കട്ടെ. അനേക ഗാനങ്ങൾ പാടാൻ ദൈവം കൃപ തരട്ടെ. അക്കരെ ചേരും വരെയും നമ്മളെ തിരുക്കരങ്ങളാൽ താങ്ങി നടത്തിയ ആ ദൈവത്തെ കുറിച്ച് പാട്ടുകൾ കൂടെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. മാത്രമല്ല, ആരിനും വലിയവനും ഉന്നതനും മതിയായവനുമായ ദൈവം നമ്മളെ നന്മയല്ലാതെ ഒന്നും ചെയ്യാതെ, ഒരു തിന്മയും നമുക്ക് വരാതെ ഇതുവരെ കാത്ത നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് പാടുവാനുള്ള ആ പാട്ട് പാടാനും ദൈവം സഹായിച്ചു. 2 പാട്ടും ആ സഹോദരി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതി പാടി. നമുക്കും അതൊരു ആത്മീക അനുഗ്രഹത്തിനും പ്രയോജനമായി തീർന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അടുത്തതായിട്ട് ആ വചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് തങ്കം ആന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമല്ലോ? കേൾക്കാം. ഇന്ന് അവിചാരിതമായിട്ട്, എനിക്ക് ദൈവത്തിന് അവിചാരിതമല്ലല്ലോ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ പരമേൽപ്പിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തു പറയണം? ഇന്ന് രാവിലെയാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. എന്തു പറയണം, എങ്ങനെ പറയണം, അത് ഏറ്റെടുക്കണോ, ഇങ്ങനൊക്കെ ഞാൻ ചിന്തിച്ചു. എന്നാൽ ദൈവം തരുന്ന ശുശ്രൂഷ, എൽസിയാൻഡി എപ്പോഴും പറയുന്ന പോലെ എൻ്റെയും ഒരു തീരുമാനം അത് തന്നെയാണ്. എപ്പോഴും കഴിവുള്ളിടത്തോളം ശുശ്രൂഷയെ നിരസിക്കരുത് എന്ന് ഞാൻ ദൈവാത്മാവ് തരുന്നതാണ്, അല്ലാതെ മനുഷ്യനല്ല ഏൽപ്പിക്കുന്നതെന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമേ. ഞാൻ ശാരീരികമായി അത്ര ബലമുള്ള ദിവസങ്ങളല്ല എനിക്കിത്. നാളെയും ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. പ്രാർത്ഥിക്കണം. ഇനി ഞാൻ സംസാരിക്കാനിരിക്കുന്നത് ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളിൽ ചിലരെങ്കിലും ഞായിരിക്കും, അയ്യോ നമ്മൾ പ്രാർത്ഥനയ്ക്കാണല്ലോ കൂടിയിരിക്കുന്നത്, ഇന്ന് ഭാഗ്യവാന്മാരെ കുറിച്ച് എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിക്കരുത്. എന്നാൽ ഞാനും അങ്ങനെ, ഞാൻ ഈ ഒരു വിഷയം ചിന്തിച്ചത് പോലുമല്ല. എന്നെ രാവിലെ ഇത് പരമേൽപ്പിച്ചപ്പോൾ ഞാൻ ഓർത്ത ചില പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിലൊന്നെടുത്ത് പറയാം എന്നൊക്കെ വിചാരിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. ദൈവത്തോടും പറയും, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ തരുന്നത് മാത്രം പറയുവാൻ എന്നെ ബലപ്പെടുത്തുക. എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം പ്രാർത്ഥനയും അതാ. അപ്പോൾ ഒരു വിധത്തിലും കർത്താവ് അത് സമ്മതിക്കുന്നില്ല. ഒടുവിൽ കർത്താവ് തന്നെ ഒരാലോചനയാണ് ഭാഗ്യവാന്മാർ എന്നുള്ളത്. അത് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് സഹായമാകട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമെങ്കിൽ ദൈവം ഏത് വാക്യങ്ങളും ഏത് വചനവും നമുക്ക് അനുഗ്രഹിച്ചു തരുമല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. ദൈവം ഭാഗ്യവാന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. സങ്കീർത്തനം 1-ലാണല്ലോ നമ്മൾ ആദ്യമായിട്ടല്ല, പലയിടത്തും ഉണ്ട്. എന്നാൽ സങ്കീർത്തനം 1-ൽ തന്നെ കാണുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, നമ്മുടെ ഇരിപ്പ് നമ്മുടെ ജീവിതം മുഴുവനും ആണ് അവിടെ പറയുന്നത്. ഇരിക്കാതെ നാം എന്ത് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നാം ഭാഗ്യവാന്മാരായി തീരുന്നത് യഹോവയുടെ വചനം രാപ്പകൽ വചനത്തിൽ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് ചിന്തിക്കാം, നാം ഇങ്ങനെയാണോ? നാം ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരാണോ? നമുക്ക് ലോക ജീവിതത്തിൽ അനേക കാര്യങ്ങൾ സന്തോഷിപ്പാൻ ഉണ്ട്. അതെല്ലാം പക്ഷെ താൽക്കാലികമാണെന്ന് ഓർത്തുകൊണ്ട് നിത്യമായ ഒരു സന്തോഷമാണ് നമുക്ക് ദൈവവചനത്തിൽ സന്തോഷിക്കുക. ദൈവവചനത്തിൽ സന്തോഷിച്ച് ആ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുക. ഇന്ന് എത്ര പേർ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാണ് ഏതും പറയുന്നത്. എന്നാൽ ഞാൻ ഇന്നത്തെ ഇളം തലമുറ
മാത്രമല്ല മുതിർന്നവരും ഇന്ന് രാപ്പകൽ എന്താണ് ധ്യാനിക്കുന്നതെന്ന് അവരവരെ തന്നെ ശോധന ചെയ്താൽ മതി. എനിക്ക് ആരെയും ശോധന ചെയ്യുവാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല. നാം എന്താണ് ധ്യാനിക്കുന്നത്? ദൈവവചനം വായിക്കുമ്പോൾ നമ്മെ തന്നെ അതിൽ സന്തോഷിച്ച് രസിച്ച് ആനന്ദിച്ച് ആണോ നാം ദൈവവചനം പാരായണം ചെയ്യുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത്? അങ്ങനെ സന്തോഷിച്ച് അത് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അത് നാം ഓർത്തിരിക്കണം. അവിടെ പറയുന്ന യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നു. അതെവിടെയാണ്? 32 സങ്കീർത്തനം 32 ഉണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നമുക്ക് ലംഘനം ക്ഷമിച്ചു കിട്ടിയിരിക്കുകയാണ്, പാപം മറച്ചു കിട്ടിയിരിക്കുകയാണ്. യഹോവ അകൃത്യം, നമുക്കൊക്കെയും അകൃത്യവും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്നത്, അത് നമ്മുടെ അന്തരാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നാം പലപ്പോഴും യഹോവയെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ അന്തരാത്മാവിന്റെ ചിന്തകളും കാര്യങ്ങളും വെച്ചാണ്. അതുകൊണ്ട് നാം അത് വളരെ ആത്മാവിൽ കപടമില്ലാത്തവര്, ഇതൊക്കെയാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകള്, ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ വരുവാനുള്ള വ്യവസ്ഥകൾ. പിന്നെ ഒരുപാടുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 32-1, 2 അല്ല 40 സങ്കീർത്തനം 40-4 അത്. യഹോവയെ തന്റെ ആശ്രയം ആക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുക. പലപ്പോഴും നമുക്ക് അറിയാതെ പറ്റിപ്പോകുന്നത്, നമുക്ക് ആർക്കും നിഗളികളെ ആദരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ അറിയാതെ നമുക്ക് പറ്റിപ്പോകുന്ന അപകടങ്ങളാണ് അതൊക്കെയും. അതുകൊണ്ടാണ് ദൈവാത്മാവ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് നാം ഭാഗ്യവാന്മാർ. 40-4 പറയുന്നു. ഇനി നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഞാനിവിടെ ഒന്നാമതായി പറയുന്ന പോയിന്റ്, യഹോവയിൽ നാം ആശ്രയിക്കണം. യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കണം. പ്രിയ മക്കളെ, സഹോദരിമാരെ, നാം യഹോവയിൽ ആശ്രയിക്കുന്നുണ്ട്. അത് പക്ഷെ യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കുന്നു. നാം അതൊന്ന് ചിന്തിച്ചേ. ഞാൻ എന്നോട് പറയുക, എത്ര കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് യഹോവ തന്നെ ആശ്രയമായിരിക്കണം. വേറെ ഒരു ആശ്രയവും, അതൊക്കെ താൽക്കാലികമാണ്. നിത്യമായ ഒരു ആശ്രയം നമുക്കുള്ളത് യഹോവ മാത്രമാണ്. അങ്ങനെയുള്ളവരാണ് ഫലം കായ്ക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലം കായ്ക്കുവാനാണല്ലോ കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അപ്പം ഫലം കായ്ക്കണമെങ്കിൽ, അത് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കണം. വേറെ ഒരാശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ടെന്നല്ല. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളുടെ യഥാർത്ഥമായി നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്, നമ്മൾ ആശ്രയമായിട്ട് പിടിച്ചിരിക്കുന്ന ആരാണ്? യഹോവ മാത്രമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം പല വിഷയങ്ങളും ഈ നമ്മുടെ ഈ ലോക ജീവിതത്തിലുണ്ട്. ഇത് എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നതാണല്ലോ, ഇത് ഞാൻ പിടിച്ചുകൊള്ളാം എന്ന് വിചാരിക്കുന്ന പല സംഗതികളും ഉണ്ട്. എന്നാൽ അതൊക്കെ മാറിപ്പോകും. മാറ്റമില്ലാത്ത യഹോവയുടെ വചനം, ആ വചനമാണല്ലോ നമ്മുടെ കർത്താവാണല്ലോ. കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പോക്കാണ് നാം. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കുക. വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് അത്. യഹോവ തന്നെ ആശ്രയമായിരിക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഈ ഓരോ കാര്യങ്ങളിലും നമ്മെ തന്നെ ഒന്ന് എനിക്ക് വേറൊരാളെ ശോധന ചെയ്യുവാനൊക്കെയല്ല. എനിക്ക് എന്നെ തന്നെ മാത്രമേ എനിക്ക് ശോധന ചെയ്യാൻ. ഞാൻ മറ്റുള്ളവരെ എനിക്ക് നോക്കാൻ എനിക്ക് അവകാശവുമില്ല, എനിക്കത് കഴിയുകയുമില്ല.
എന്നാൽ എനിക്ക് എന്നെ ചോദന ചെയ്യുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുക. അത് നമ്മള് സങ്കീർത്തനം 1 കണ്ടു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. നമ്മൾ തിരുവചനത്തിൽ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കുവാനായിട്ടുണ്ട്. അതെല്ലാം താൽക്കാലികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നിത്യമായ ഒരു സന്തോഷം ലഭിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ യഹോവയിൽ മാത്രമാണ്. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും പിന്നെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ചെയ്യണം. അതായിരിക്കണം നമ്മുടെ സന്തോഷ വിഷയം. നമുക്കറിയാം, നമുക്ക് ഒരു കുടുംബം തന്നിട്ടുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ, ജോലി തന്നിട്ടുണ്ട്, നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് ധനം തന്നിട്ടുണ്ട്, നമുക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിലൊന്നുമായിരിക്കരുത് നമ്മുടെ ആശ്രയമോ നമ്മുടെ സന്തോഷമോ. നമ്മുടെ സന്തോഷം യഹോവയുടെ ന്യായ പ്രമാണത്തിലായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ ആയിത്തീരുന്നത്. അപ്പോൾ നമുക്ക് ഈ തിരുവചനത്തിൽ എത്രമാത്രം സന്തോഷമുണ്ട്. നാം വായിക്കുന്നവരാണ്, നാം പഠിക്കുന്നവരാണ്, നാം അനുസരിക്കുന്നവരാണ്. പക്ഷെ എത്രമാത്രം നമുക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. ഒരു പ്രതികൂലം വന്നാൽ നമ്മൾ തളർന്നു പോകുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ? അതോ എനിക്ക് തിരുവചനമുണ്ട്, ഞാൻ ഓടിപ്പോയി വചനം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തിൽ ആശ്രയിക്കുന്നവരാണോ നാം? നമ്മുടെ ജീവിത ബന്ധാവിൽ അനേക കാര്യങ്ങൾ നമുക്ക് നമ്മെ തളർത്തുവാനുണ്ട്, തകർക്കുവാനുണ്ട്. എന്നാൽ അതൊക്കെ നേരിടുമ്പോൾ നാം ഈ തിരുവചനത്തിൽ ആശ്രയിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങൾക്കും തിരുവചനം നമ്മളെ ശക്തീകരിക്കുന്നതും നമ്മളെ സമാധാനം തന്ന് നടത്തുന്നതുമാണ്. അത് നാം പ്രത്യേകം ഓർക്കണം. ഇനി മൂന്നാമതൊരു കാര്യമുള്ളത്, യഹോവയുടെ വചനം നാം അനുസരിക്കണം. അത് വള്ളി പുള്ളി മാറ്റമില്ലാതെ, അല്ലെങ്കിൽ അത് കൂട്ടിക്കളയാതെ അനുസരിക്കുന്ന അനേക ദുരുപദേശങ്ങളുണ്ട്. അനേകർ അതിൻ്റെ പുറകെ പോകുന്നവരാണ്. ദൈവകൃപയാൽ വേർപെട്ട ദൈവജനമായ നാം ഒരളവ് വരെയും പല കോംപ്രമൈസുകളും ഈ നാളുകളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാകും. എന്നാൽ അല്ല എങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പിന്തുടർന്ന ആ വേർപാടിന്റെ അനുഭവം നാം എത്രമാത്രം നാം സൂക്ഷിച്ചാണ് മുന്നോട്ട്. അപ്പോൾ യഹോവയുടെ വചനം കൂട്ടിക്കളയാതെ അത് ഉള്ള നിർമ്മലതയിൽ അത് നാം അത് പാലിച്ച് കൊണ്ടുപോകണം. നമ്മുടെ ജീവിതത്തിൽ അത് നാം പാലിക്കേണ്ടവരാണ്. അപ്പോൾ യഹോവയുടെ വചനം കൂട്ടിക്കളയുവാൻ നമുക്ക് ഒരവകാശമില്ല. അതിൽ ആശ്രയിക്കുക, അതിൽ ശരണപ്പെടുക, അതാണ് നമ്മുടെ ആവശ്യമായിരിക്കുന്നത്. പിന്നെ നാലാമത്, യഹോവയെ ഭയപ്പെടുക. ഈ യഹോവയെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഹത്തെയോ ഒരു കരടിയെയോ അല്ലെ ഒരു കള്ളനെയോ, എനിക്ക് കള്ളനെ ഭയങ്കര പേടിയാവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കള്ളനെ എന്ന് പറയുന്നത്. കള്ളനെയോ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് വീട് അടച്ചിട്ടേച്ച്. അപ്പോൾ കള്ളനെയോ ഒക്കെയും പേടിക്കുന്ന പോലെ അല്ല യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നത്. യഹോവയെ ഭയപ്പെടുന്നത് ഒരു ഭക്തിയോടാണ്, ഭയഭക്തിയാണ് അതിനകത്തുള്ളത്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. വെറുതെ യഹോവയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് യഹോവയെ പേടിയാണേ എന്നും പറഞ്ഞ് ഒളിച്ചിരിക്കുക അല്ല നമ്മൾ. അവന്റെ പാദപീഠത്തിൽ ചെല്ലുന്നതാണല്ലോ അവനേറ്റവും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കാര്യം. അപ്പോൾ നാം ഒരു പാദപീഠത്തിൽ ചെന്ന് അപ്പാ എന്നൊന്ന് വിളിക്കുമ്പോൾ അതാണ് ഭയഭക്തി എന്ന് പറയുന്നത്. നമ്മൾ അപ്പാന്ന് വിളിച്ചേച്ച് അപ്പന്റെ തലേ കയറുകയല്ലല്ലോ, നമ്മൾ ആ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. ഭൂമി അവന്റെ പാദപീഠമാണ്. നാം ആ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവൻ നമ്മളെ അനുഗ്രഹിക്കും. മകളെ, നീ സമാധാനത്തോടെ ഇരിക്കുക, എൻ്റെ സ്നേഹം മുഴുവനും നിനക്കുണ്ട്, എൻ്റെ സ്നേഹം ഞാൻ നിന്നിലേക്ക്. അത് നമുക്ക് കാൽവറി കുരിശിൽ നോക്കി കാണാമല്ലോ. പിതാവായ ദൈവവും പുത്രനായ ദൈവവും നമുക്ക് നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്ന ആ സ്നേഹം, ആ നിർമ്മലമായ സ്നേഹം കാൺമീൻ. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം! ആ സ്നേഹത്തിന്റെ അളവ് നമുക്ക് എടുക്കുവാൻ ഒക്കെയില്ല. അങ്ങനെയുള്ള സ്നേഹത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി യഹോവയെ ഭയപ്പെടുന്നവർക്ക്
അവർക്ക് മാത്രമേ ദോഷത്തെ വിട്ടകലുവാൻ കഴിയൂ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പോൾ സദൃശവാക്യം 3:7 ഒടുവിലാണ് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അപ്പോ യഹോവയെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ദോഷം വിട്ടുമാറുവാനൊക്കൂ. ഇല്ലെങ്കിൽ ഈ ദോഷത്തിലോട്ട് ചെന്നങ്ങ് ചാടുക, അപകടത്തിലോട്ട്, ദുഷ്ടന്റെ കയ്യിലോട്ട് ചെന്നങ്ങ് ചാടുക. എന്നാൽ യഹോവയെ ഭയപ്പെടുന്നവർക്ക് ദോഷം വിട്ടകലുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. അടുത്തത്, പരീക്ഷ സഹിക്കണം, ട്രയൽസ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. നമുക്കറിയാം യാക്കോബ് 1:12 അതാണ് അത് പറയുന്നത്. ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പരീക്ഷയൊക്കെ സഹിച്ചേ വെക്കുള്ളൂ. ട്രയൽസും ഒക്കെ വരുമ്പോൾ നമ്മൾ പോയി ഒളിച്ചിരിക്കേണ്ടവര്, അയ്യോ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ഓർത്തല്ലോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സൗഭാഗ്യം. നമ്മൾ പാടുമല്ലോ, സൗഭാഗ്യ ജീവിതം, ആനന്ദം ആനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കും അറിയാം നമ്മളും ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മൾ ഏൽക്കുന്നവരാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന പോരാട്ടങ്ങളുടെ, പരീക്ഷയുടെ ഒക്കെയും. എന്നാൽ അതിനെ ജയിക്കുവാൻ, അതിനാണ് മുമ്പേ പറഞ്ഞത്, യഹോവ തന്നെ ആശ്രയമായിരിക്കണം. യഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കണം. യഹോവയുടെ വചനത്തിൽ സന്തോഷിക്കണം. അത് കൂട്ടിക്കളയാതെ അനുസരിക്കണം. യഹോവയെ ഭയപ്പെട്ട് അവനോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. ഇതെല്ലാം വരുമ്പോൾ നമുക്ക് പരീക്ഷ സഹിപ്പാനുള്ള കൃപ ദൈവം തരും. എൻ്റെ കൃപ നിനക്ക് മതി. അത് നമ്മൾ ബലഹീനരാ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയാണ്. അത് നമ്മളെ ശക്തമാക്കുന്ന കൃപയാണ്. അപ്പൊ അതിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അതാണ് പരീക്ഷകളിൽ തളരാതെ, തകരാതെ, പതറാതെ ഉറച്ചു നിന്ന് ജയം പ്രാപിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരും. ആ കൃപ, ദൈവകൃപ നമ്മെ ശക്തമാക്കുന്നതാണ്. അതിന് ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം, ഉറച്ച വിശ്വാസവും വചനത്തിന് അനുസരണവും ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കിട്ടുകയുള്ളൂ. വിശ്വാസത്തിൽ ഉറപ്പാൻ കഴിയുള്ളൂ, ശക്തി ലഭിക്കുകയുള്ളൂ. പോരാട്ടങ്ങളിൽ, പ്രതികൂലങ്ങളിൽ ജയിക്കുവാനൊക്കെയുണ്ട്. പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആറാമതായി, സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടണം. അങ്ങനെ നമുക്ക് സമാധാനം, ധൈര്യം, ഉൾക്കരുത്ത് ലഭിച്ച് ഉൾക്കാഴ്ചയുള്ളവരായി, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നാം ഉൾക്കാഴ്ചയുള്ളവരായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. അവന്റെ സമാധാനത്തിൽ അവൻ നമ്മെ നടത്തും. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചില ഭാഗ്യവാന്മാരെ ഇതിനകത്ത് വചനത്തിലുടനീളം നമുക്ക് കാണാം. അബ്രഹാം, മോശെ, ദാനിയേല്, യോസെഫ്, ഇങ്ങനെ അനേകരെ നമുക്ക് കാണാം. അവരൊക്കെയും എത്ര പ്രതികൂലങ്ങളിലൊക്കെ തളർന്നു പോകാതെ മുന്നേറിയവരാണ്. അവർക്കും തോൽവിയൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മനുഷ്യനാണോ, എല്ലാവർക്കും തോൽവികളുണ്ട്. എങ്കിലും നമുക്ക് കുറെ മാതൃകയാക്കാവുന്ന പിതാക്കന്മാരാണ് അവരെയൊക്കെയും നാം മുന്നിൽ കണ്ടുകൊണ്ട് നിർത്തിക്കൊണ്ട് അതിലൊക്കെ നമ്മൾ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ അതിൽ 5-ാം അധ്യായത്തിൽ, മത്തായി 5-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ, ഭാഗ്യവാന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. അതൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ ദരിദ്രരാകുക? നമുക്ക് പോരാ, എനിക്ക് ഇച്ചിരി കൂടെ വേണം, എനിക്കിത് പോരാ, ആത്മീയമായിട്ട് എനിക്ക് മുന്നേറണം, ഞാൻ ആത്മീയമായിട്ട് ഇന്നും ദരിദ്രയാണ്, എനിക്ക് പോരാ, അല്ല മതി വന്ന് ഞാൻ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ആ ദാരിദ്ര്യം നമുക്ക് കിട്ടുകയല്ല. അപ്പോൾ ആത്മീയമായി ആത്മാവിൽ ദരിദ്രരെന്ന് പറയുന്നത് നമുക്ക് ഇനിയും വളരണം, ആത്മീയമായി വളരണം. ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ആത്മാവിൽ. അവർക്ക് എന്തുവാ കിട്ടുന്നത്?
ഇവർക്കെല്ലാം കിട്ടുന്ന കാര്യങ്ങൾ, ഇത്രയും ഭാഗ്യവാന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ എങ്ങനെ അനുഗ്രഹിക്കുന്നല്ലേ അവർക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് എന്താണെന്ന്. അവർക്ക് സ്വർഗരാജ്യം കിട്ടുന്നു. ആത്മാവിൽ ദരിദ്രരായവർ, അവർ പിന്നെയും പിന്നെയും ആത്മീയമായിട്ട് വളരാൻ അപ്പോൾ അവർക്ക് സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുകയാണ്. രണ്ടാമതായി, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മീയമായി ദുഃഖിക്കുന്ന കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. മൂന്നാമതായി, സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അവർക്ക് തൃപ്തി വരും. നീതി ചെയ്യുവാൻ, റൈച്ചസ്നെസ്, അത് എത്ര ചെയ്താലും മതിയാകാത്ത വിധത്തിൽ നാം ചെയ്ത് മുന്നേറിയാൽ നാം ഭാഗ്യവാന്മാർ, നമുക്ക് ഒടുവിൽ തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്കറിയാം, കരുണാസമ്പന്നനായ ദൈവം ആ കരുണയിലാണ് നമ്മളെ മക്കളാക്കി തീർത്തത്. എങ്ങനെയെങ്കിൽ നാം എത്രമാത്രം കരുണയും ദയയും ഉള്ളവരായി ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എത്ര നല്ലതാണ് ഹൃദയശുദ്ധി. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തെല്ലാം അശുദ്ധികൾ, അശുദ്ധ ചിന്തകൾ ചിലപ്പോൾ വന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കോപം, ക്രോധം, അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്, ഈർഷ്യ, ഇതെല്ലാം അശുദ്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട്, അതുകൊണ്ടാണ് ദൈവത്തിൽ തന്നെ, ദൈവം തന്നെ നമ്മുടെ ആശ്രയം, യഹോവ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കേണ്ടത്. നാം തോറ്റുപോകുന്ന സ്ഥാനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതെത്ര ഭാഗ്യമാണ്, ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മളൊക്കെ ദൈവമക്കളാണ്, എന്നാൽ അതിന്റെ ആ ഗ്രേഡ് കൂട്ടി പറയുകയാണ്, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ആരോട് ചണ്ട കൂടുന്നവരോ ആരോട് ഈർഷ്യപ്പെടുന്നവരോ കോപിക്കുന്നവരോ ഒന്നും ആകാതെ ക്ഷമിക്കാൻ, വഹിക്കാൻ, സഹിക്കാൻ പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ പുത്രന്മാരെന്നുള്ള ശ്രേഷ്ഠ നാമം ലഭിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം കിട്ടും. നാം നേരത്തെയും പറഞ്ഞല്ലോ, സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രരായവർക്ക് കിട്ടുന്നതാണ്. ഇവിടെ നീതി നിമിത്തം, എന്റെ നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം കിട്ടും. എന്റെ നിമിത്തം പഴി, ഉപദ്രവം, ഇവയൊക്കെ തിന്മകൾ സഹിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് തിന്മയായിട്ട് പറയുകയും ചെയ്യുമ്പോൾ, നിങ്ങളെ ദൂഷിക്കുമ്പോൾ, നിങ്ങളെ പഴിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പെർസിക്യൂഷനൊക്കെ നമ്മൾ വിഷമിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ദൈവം അനുവദിച്ചിട്ടാണ്, നമ്മളെ കൂടുതൽ ഭാഗ്യവാന്മാരാക്കി തീർക്കുവാനാണ്. അതുകൊണ്ട് അതൊക്കെ സഹിക്കുവാനും വഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള ബലം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം സ്വർഗത്തിൽ. അപ്പൊ അവരുടെ പ്രതിഫലം, എന്റെ നിമിത്തം പഴി, ഉപദ്രവം, തിന്മ ഇവയൊക്കെ സഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാണെന്ന്. അപ്പൊ സ്വർഗത്തിൽ പ്രതിഫലം വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു അറ്റമെങ്കിലും കിട്ടുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. വലിയ വലിയ പ്രതിഫലങ്ങൾ വാങ്ങിക്കുന്നവർ അനേകരുണ്ട്, നിങ്ങളിലും അനേകർ കാണും. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിന്റെ ഒരു അറ്റമേലും കിട്ടുമെന്ന് ആഗ്രഹിച്ച് ഞാനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് അതിനു വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ ഈ മേലുദ്ധരിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കി, ഈ തിരുപ്രഭാഷണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇനി ഞാൻ എടുത്തു പറയുന്നില്ല, അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മളാലാവത് എല്ലാം നോക്കുകയല്ലെങ്കിലും നമ്മളാലാകത് ചെയ്ത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്താം. നമ്മൾ അനേക വിഷയങ്ങളുമായി പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, എന്നെ ഭാഗ്യവാനെന്ന് വിളിക്കുവാൻ എനിക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വെക്കുവാൻ ഞാൻ എത്രത്തോളം കൊള്ളാവുന്നവരായി തെളിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എത്രമാത്രം കൊള്ളാവുന്നവളാണ്. നമുക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താൻ പ്രിയപ്പെട്ടവരെ. ഈ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് വരാത്തവരെ ഓർത്ത് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം.
എങ്ങോട്ടാണ് പോകുന്നത്? ഈ നാളുകളിൽ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. യുദ്ധവും യുദ്ധശ്രുതികളും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും കർത്താവിന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ നിത്യനാശത്തിലേക്ക് പോകുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളോ മറ്റു ജോലിയോ അതൊക്കെ വേണ്ട എന്നല്ല, എന്നാൽ ഏറ്റവും അധികമായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരറിയുന്നില്ലല്ലോ അടുത്ത നിമിഷം അവര് നിത്യനരകത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ആ കുഴിയിൽ വീണാൽ പിന്നെ ആർക്കും രക്ഷിക്കുവാനൊക്കെയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെല്ലാം ഇന്നും കർത്താവിനെ അറിയാത്തവരുണ്ട്. ഈ ദിവസങ്ങളിൽ ആ ഭാരം എന്നെ വളരെ ഭരിക്കുന്നുണ്ട്. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ഒക്കെയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ചില സമയത്ത് ശാരീരിക ക്ഷീണം കൊണ്ട് ഒക്കുന്നില്ല എങ്കിലും നടക്കുന്ന നടപ്പിലൊക്കെയും അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കതായിരിക്കും ഏറ്റവും ആവശ്യം. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായി ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കർത്താവേ, ഈ കേട്ട വചനം ഞാൻ കർത്താവിനെ തന്നെയാണോ ആശ്രയിക്കുന്നത്? അവിടുന്ന് തന്നെയാണോ എൻ്റെ ആശ്രയം? തിരുവചനത്തിലാണോ ഞാൻ ചാരുന്നത്? അതാണോ എന്നെ നടത്തുന്നത്? ഇതൊക്കെ നമുക്ക് ചിന്തിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി പോകാം. നമുക്ക് ഉത്തരമരളി കിട്ടും. പ്രിയപ്പെട്ടവരെ, നമുക്കത് ഉറപ്പോടെ വിശ്വസിക്കാം. നമ്മളിലുള്ള അശുദ്ധിയൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ വളർന്നു വരുന്ന പുഷ്ടി പ്രാപിച്ച് അത് നമ്മുടെ അശുദ്ധിയെല്ലാം മാറ്റിക്കളഞ്ഞ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് കർത്താവേ, നീ തന്നെ എൻ്റെ ആശ്രയം, ദൈവത്തെ ആശ്രയമായി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കയറുന്നതിന് മുമ്പേ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന ഷിബായെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിശേഷാൽ ഡാർലിക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സർവമഹത്വവും എൻ്റെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഇന്നത് ലീഡ് ചെയ്ത ഫാത്തിമയ്ക്കും പാട്ടുപാടിയ ഷേർലിക്കും പ്രാർത്ഥിച്ച ഗ്രേസിക്കും ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിക്കും, ഡാളിയാണോ ആനിയാണോ എന്ന് എനിക്കറിയത്തില്ല, നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ച് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. വളരെ